ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശരിക്കും ഇപ്പോൾ അതായത് ഇപ്പോൾ അനുമോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. നമുക്കറിയാം, കിച്ചണിൽ 2 കുട്ടി ദോശ വീതം ഓരോരുത്തർക്കും ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദോശയുടെ പേരിൽ വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അനുമോൾ ആ ഒരു സമയത്ത് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. നമ്മളാണ് ആദ്യമേ തന്നെ 3-4 ദോശയൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർക്കും കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞത്. അതുകൊണ്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് ഇനി തൊട്ട് 2 ദോശ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുമോൾ കിച്ചണിൽ കിടന്ന് അമ്മായി ചമയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നെവിൻ ബുദ്ധിപൂർവ്വം അനുമോളെ ടോയ്ലറ്റിലേക്ക് എടുത്ത് കളഞ്ഞു. അതിനുശേഷം ആ ടോയ്ലറ്റിലുള്ള ആളുകളെ പിടിച്ച് ഇങ്ങോട്ട് കിച്ചണിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം റന ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി, ആ ഒരു 19 വയസ്സുകാരി, ആ കുട്ടിയും കിച്ചൺ ടീമിലാണിപ്പോൾ ഉള്ളത്. പക്ഷേ എനിക്കത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നമുക്കറിയാം എപ്പോഴും ചീവിട് പോലെ അലറിക്കൊണ്ട് നമ്മുടെ ചെവിയിൽ കുത്തിക്കയറുന്നത് കണക്ക് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് റന ഫാത്തിമ. അപ്പോൾ ആ ഒരു കുട്ടിയെ കിച്ചൺ ടീമിൽ ഇട്ടപ്പോൾ ഇതിന് എങ്ങനെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഡൗട്ട് വെറും ഒരു ഡൗട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്ന് റന ഫാത്തിമ കാഴ്ചവെച്ചത്. അതായത് കിച്ചണിൽ എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ആ കുട്ടിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഭക്ഷണം സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. റേഷനൊന്നും നോക്കുന്നില്ല, തീരുമ്പോൾ തീരട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും വിശപ്പ് മാറ്റുക, അതാണ് പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. അനുമോള് ചെന്നപ്പോൾ അനുമോൾക്ക് വരെ മതിയോ ചേച്ചി ഇനിയും കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അനുമോൾക്ക് വരെ ഫുഡ് നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനുമോൾക്കെന്നല്ല, അനുമോളെന്ന് എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അനുമോൾ പറഞ്ഞത് 2 ദോശ കഴിച്ചാൽ പോരെ എന്ന് പറഞ്ഞ അനുമോൾക്ക് പോലും തോനെയും ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ആ ഒരു വീട്ടിലുള്ള മറ്റുള്ള ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കറിയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും കഴിക്കെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ശരിക്കും ഇങ്ങനെ തന്നെ വേണം കുട്ടികളെ വളർത്താനായിട്ട് എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഭക്ഷണത്തിനോടുള്ള മറ്റുള്ളവർക്ക് ഭക്ഷണത്തെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹത്തോടെ ഊട്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ റന ഫാത്തിമയുടെ ഉമ്മച്ചി വളരെ നന്നായിട്ട് തന്നെ ആ ഒരു കുട്ടിയെ പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ്. ഞാൻ ആരെയും PR വർക്ക് ചെയ്യുകയാണെന്നൊന്നും ആരും പറയരുത്. നമ്മൾ ചില ആളുകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഉടനെ പറയും PR വർക്ക് എന്ന് പറയും. പറഞ്ഞാലും എനിക്കൊന്നുമില്ല, അത് വേറൊരു സത്യം. ശരിക്കും ഈ കുട്ടി മറ്റുള്ളവർക്ക് ഇത്രയും നല്ല ഉത്സാഹത്തോടു കൂടി വച്ച് വിളമ്പുന്നത് കണ്ടപ്പോൾ 32-33 വയസ്സുള്ള അനുമോള് കണ്ടുപഠിക്കണമെന്നേ പറയാൻ വെക്കൂ. അവിടെയുള്ള മറ്റ് ആരും ഇത് ചെയ്യുകയാണെങ്കിൽ കണ്ടുപഠിക്കണം എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ പറയത്തില്ല. പക്ഷേ റന ഫാത്തിമ എന്ന് പറയുന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചുകുട്ടി ഇത്രയും ആത്മാർത്ഥമായിട്ട് കിച്ചൺ ഡ്യൂട്ടി ചെയ്തപ്പോൾ അത് അനുമോൾ ഉൾപ്പെടെയുള്ള എല്ലാ പെണ്ണുങ്ങളും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, അത് അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക. റന ഫാത്തിമ കിച്ചൺ ഡ്യൂട്ടി ചെയ്തതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ അനുമോളുടെ കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ആ ഒരു രീതികളുണ്ടല്ലോ, അതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അതൊന്ന് സത്യസന്ധമായ രീതിയിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനിയും ലൈവ് വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.